Hello everyone, welcome to Delicious Recipes. ഇന്ന് നല്ലൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മോര് കാച്ചിയതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. തേങ്ങയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു മോര് കറി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ലിറ്റർ തൈരാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ 2 ടേബിൾ സ്പൂൺ നിറയെ സവാള കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും 3 ഉണക്കമുളകും ഏകദേശം 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ആദ്യം നമുക്ക് ഈ തൈരൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. നല്ല കട്ടിയുള്ള തൈരാണ്. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ മോര് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഈ കടുകിന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ഉലുവയാണ്. 2 നുള്ളു ഉലുവയാണ് ചേർക്കുന്നത്. കൂടുതൽ ഉലുവ ചേർക്കണ്ട, ഇത്രയും തന്നെ മതിയാകും. ഉലുവ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാവും ഏറ്റവും നല്ലത്. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് അടുത്തതായിട്ട് ചേർക്കുന്നത്. ഇത് ഏകദേശം 1.5 ടീസ്പൂൺ ഉണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മൂന്ന് ഉണക്കമുളകും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 നുള്ള് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മോര് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ മോര് ചേർക്കുമ്പോൾ തീ ഏറ്റവും കുറച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനെ തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് പിരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഏറ്റവും കുറച്ച് വയ്ക്കാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മോരുകറി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നാടൻ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.